പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആദ്യ 2 മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് 3ാമത്തെ മൊഡ്യൂളിലേക്ക് പോകാം. 3ാമത്തെ മൊഡ്യൂൾ കൺസ്യൂമർ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് തന്നെ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു മൊഡ്യൂളാണ്. ആ മൊഡ്യൂളിലെ ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. ഇതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി. കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? യൂട്ടിലിറ്റി എന്ന് പറയാൻ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് കമ്മോഡിറ്റി. ചിലപ്പോൾ യൂട്ടിലിറ്റിയും ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. യൂട്ടിലിറ്റി എന്ന ഒരു കമ്മോഡിറ്റിക്ക് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ്. ഈ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നതിനെ എന്ത് പറയാം? മെഷേർഡ് ന്യൂമറിക്കലി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതിനെ എന്ത് പറയാം? കാർഡിനൽ യൂട്ടിലിറ്റി. കാർഡിനൽ യൂട്ടിലിറ്റി പ്രൊപ്പൗണ്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും, അത് ക്വാണ്ടിഫൈ ചെയ്യാൻ കഴിയുമെന്നുള്ളത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഇൻഡിവിജ്വൽ ക്യാൻ എക്സ്പ്രസ് ദെയർ പ്രിഫറൻസ് ഫോർ ഡിഫറെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ ടേംസ് ഓഫ് സ്പെസിഫിക് യൂണിറ്റ് ഓഫ് യൂട്ടിലിറ്റി. ഒരു ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ യൂട്ടിലിറ്റി ഒരു സ്പെസിഫിക് ടേംസിൽ നമുക്ക് ഒരു യൂണിറ്റിൽ പറയാൻ സാധിക്കുന്നതിന് എന്ത് പറയാം? കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് നമ്മൾ പറയാം. അടുത്തത് നമ്മൾ ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി. ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, കൺസ്യൂമർ ഈസ് എ റാഷണൽ കൺസ്യൂമർ അലോക്കേറ്റ് ദെയർ എക്സ്പെൻഡിച്ചർ. ഓരോ കൺസ്യൂമറും അവരുടെ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും? അലോക്കേറ്റ് ചെയ്യും എമംഗ് ഡിഫറെൻറ്റ് ഗുഡ്സിലേക്ക്. ഇൻ സച്ച് എ വേ ദാറ്റ് മാർജിനൽ യൂട്ടിലിറ്റി പെർ ഡോളർ ഈസ് ഈക്വൽ ഫോർ ആൾ ഗുഡ്സ്, അല്ലെങ്കിൽ പെർ റുപ്പീസും പറയാവുന്നതാണ് ഏതെങ്കിലും ഒരു കറൻസി യൂണിറ്റിൽ. അപ്പോൾ ഒരു ഗുഡ്സിലെ ഒരു ഡിഫറെൻറ്റ് ഗുഡ്സിലേക്ക് ആളുകളുടെ കൺസ്യൂമറിൻ്റെ എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. മാർജിനൽ യൂട്ടിലിറ്റി പെർ ഡോളർ ഈസ് ഈക്വൽ ഫോർ ആൾ ഗുഡ്സ്. എല്ലാ ഗുഡ്സിലേക്കും എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? അതിൻ്റെ ഇത് ഷെയർ. മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ആവുന്ന പോയിന്റിലായിരിക്കും അവർ ഷെയർ ചെയ്യുക. ദിസ് മീൻസ് ദാറ്റ് കൺസ്യൂമർ മാക്സിമൈസ് യൂട്ടിലിറ്റി വെൻ ദ റേഷ്യോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ടു പ്രൈസ് ഈസ് ദ സെയിം അക്രോസ് ആൾ ഗുഡ്സ്. റേഷ്യോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ടു പ്രൈസ് എന്തായിരിക്കും? MUX ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MUX ഡിവൈഡഡ് ബൈ P(x) ഈക്വൽ ടു MUY ഡിവൈഡഡ് ബൈ P(y). അടുത്ത് വേറൊരു ഗുഡ്സ് ഉണ്ടെങ്കിലും അതേ MUZ ഡിവൈഡ് ബൈ P(z) അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നമ്മൾ നോക്കുക, ഈ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആപ്പിളും ഓറഞ്ചാണ് എടുത്തത്. ഇത് ആപ്പിളിൻ്റെതാണ്. ആപ്പിളിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി 4 ആകുന്ന ഇതിലും അതേപോലെ തന്നെ ഓറഞ്ച് 4. അപ്പോൾ അത് ഈക്വൽ ആകുന്ന രീതിയിലായിരിക്കും ഇവർക്കാണ്. അപ്പോൾ 4 ആകുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 92 ഇവിടെ 58. അപ്പോൾ ആ 4 ആകുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇത് റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആകുന്ന രീതിയിലായിരിക്കും അവരെന്ത് ചെയ്യുക? അലോക്കേറ്റ് ചെയ്യുക. അടുത്തത് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ് ദാറ്റ് പ്രൊവൈഡ് എ കൺസ്യൂമർ വിത്ത് എൻ ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ 2 ഗുഡ്സിൻ്റെ പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ദാറ്റ് പ്രൊവൈഡ് കൺസ്യൂമർ വിത്ത് ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന 2 ഗുഡ്സിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷനുകൾ കൂടി ചേർന്നതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇൻഡിഫറൻസ് കർവ്. അലോങ് ഇൻഡിഫറൻസ് കൺസ്യൂമർ ഈസ് ഇൻഡിഫറൻസ് ബിറ്റ്വീൻ എനി കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ്. 2 ഗുഡ്സിൻ്റെ എനി കോമ്പിനേഷൻ എന്തായിരിക്കും? ഇൻഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ നോക്കുക, ബർഗറും ഫൈൻസുമാണ്. ഇവിടെ ഈ പോയിന്റിൽ 30 ബർഗർ, 3 ബർഗർ. ഇവിടെ എത്തുമ്പോൾ 25, ഇവിടെ 5. ഇങ്ങനെ കുറേ കോമ്പിനേഷൻ, ഇതേപോലൊക്കെ കുറേ കോമ്പിനേഷൻ. ഈ കോമ്പിനേഷനുകൾ കൂടി ചേർന്ന് നമ്മൾ വരയ്ക്കുന്നതാണ് എന്ത്? ഇൻഡിഫറൻസ് കർവ്. ഓരോ കോമ്പിനേഷനിൽ എന്തായിരിക്കും? ഇവർ ഇൻഡിഫറൻ്റ് ആയിരിക്കും കൺസ്യൂമർ. ഓക്കെ. ഇനി MRS എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവാണ്. ഇൻഡിഫറൻസ് കർവിന് നമ്മൾ IC എന്ന് പറയാറുണ്ട്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഒരു കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു എക്സ്ചേഞ്ച് 1 ഗുഡ് ഫോർ അനദർ വൈൽ മെയിൻറ്റെയിനിങ് കോൺസ്റ്റൻറ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MRS ഇവിടെ നോക്കുക. ഈ Aയിൽ നിന്നും B എന്ന പോയിന്റിലേക്ക് ആകാൻ വേണ്ടിയിട്ട് കൺസ്യൂമറിൻ്റെ 5 ഫൈൻസ് കുറച്ചു. അപ്പോൾ കൂടിയത് എത്ര? 2 ബർഗർ കൂടുകയാണ് ചെയ്തത്. അതിനെന്ത് പറയാം? 1 മാറ്റിയിട്ട് വില്ലിംഗ് ടു എക്സ്ചേഞ്ച് 1 ഗുഡ് ഫോർ അനദർ വൈൽ മെയിൻറ്റെയിനിങ് എ കോൺസ്റ്റന്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നെഗറ്റീവ് ഓഫ് ദ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റ് റേഷ്യോ ഓഫ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് 1 ഗുഡ് ടു ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് other good. It is a ratio of the marginal utility of one good to the marginal utility of the other good.
ഇനി പ്രൈസ് ലൈന് അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ. പ്രൈസ് ലൈന് നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയും. ബഡ്ജറ്റ് കൺസ്ട്രെയിൻ. ഇറ്റ് ഈസ് ആൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് ഗിവൺ ദെയർ ഇൻകം ആൻഡ് പ്രൈസസ് ഓഫ് ദ ഗുഡ്സ്. ഇപ്പോൾ നിലവിലുള്ള പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ കൺസ്യൂമർ അവൈലബിൾ ആയിട്ടുള്ള ഇൻകം പ്രകാരം വാങ്ങാൻ പറ്റുന്ന രണ്ട് ഗുഡ്സിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷനുകൾ കൂടി ചേർന്നതാണ് എന്ത് പ്രൈസ് ലൈൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ. ഇറ്റ് ഈസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഓഫ് ടു ഗുഡ്സ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ അഫോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് എ എടുക്കുക. ഈ പോയിന്റ് എയിൽ 16 വീറ്റ് വാങ്ങും, റൈസ് 0 ആയിരിക്കും. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഇൻകം പ്രകാരം, ഇതാണ് ബഡ്ജറ്റ്, അതാണ് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ്, ഒരു ഇൻകം ഉണ്ടാവും. ആ ഇൻകം പ്രകാരം ഈ ബി എന്ന പോയിന്റിൽ എത്തുമ്പോൾ 12 വീറ്റും ഒരു റൈസുമാണ് വാങ്ങാൻ പറ്റുക. സി എന്ന പോയിന്റിൽ എത്തുമ്പോൾ 8 വീറ്റും 2 റൈസും. അപ്പം ഒരു റൈസ് ആകുന്നതിന് വേണ്ടി ഇദ്ദേഹം ഇത് ചെയ്യുന്നത് 4 വീറ്റ് എന്താണ് ഒഴിവാക്കിയിട്ടാണ്. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് എല്ലാ പോയിന്റിലും എന്തായിരിക്കും ഇൻകം ലെവൽ സെയിം ആയിരിക്കും. ഇനി കൺസ്യൂമർ ഇക്വിലിബ്രിയം. കൺസ്യൂമർ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലെത്തുക? കൺസ്യൂമർ മാക്സിമൈസ് യൂട്ടിലിറ്റി സബ്ജക്റ്റ് ടു ദെയർ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ. നമ്മൾ നേരത്തെ ഇവിടെ IC പറഞ്ഞിട്ടുണ്ട്. ICയിൽ എല്ലായിടത്തും സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അപ്പം ആ IC ടാൻജൻറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതിലാണ് ടാൻജൻറ്റ് ചെയ്യേണ്ടത്? ബഡ്ജറ്റ് ലൈനിൽ ടാൻജൻറ്റ് ലൈൻ എന്ന പോയിന്റിലാണെന്ത് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലെത്തുക. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് കൺസ്യൂമർ ഈസ് അലോക്കേറ്റിംഗ് ദെയർ ഇൻകം ഇൻ എ വേ ദാറ്റ് മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ ഗിവൺ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് ദെയർ ഇൻകം ലെവൽ. അദ്ദേഹത്തിൻ്റെ ഇൻകം ലെവൽ പ്രകാരം അവർ എന്ത് ചെയ്യാണ്, ഒരു പോയിന്റിലാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക. അദ്ദേഹത്തിൻ്റെ ഇൻകം പ്രകാരം എന്ത് ചെയ്യാണ്, കൺസ്യൂമർ ഈസ് അലോക്കേറ്റിംഗ് ദെയർ ഇൻകം ഇൻ എ വേ ദാറ്റ് മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ഇതാണ് പോയിന്റ്, ഇതാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഈ പി എന്ന പോയിന്റിൽ എന്തുകൊണ്ടാണ് പി എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഈ എഫ് എന്ന പോയിന്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിഫറൻസ് കർവ് ടാൻജൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എഫിലുള്ള ഒരു പ്രശ്നം എന്താണ്? എഫിലുള്ള പ്രശ്നം ലോവർ ലെവൽ ഓഫ് IC ആണ്. ലോവർ ലെവൽ ഓഫ് IC ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IC ഇതിൻ്റെ മുകളിലുള്ള IC എന്തായിരിക്കും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരും. ഹയർ ഇൻഡിഫറൻസ് കർവ് ഈസ് ഗിവൺ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. സോ P is the higher level of IC2 ആണ്. സോ P is the consumer equilibrium point. That time good Y, this level of good Y he can purchase, and X1 level of good X is he can purchase. ഓക്കെ, അങ്ങനെയാണ് ഉള്ളത്. ഇനി പ്രൈസ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. പ്രൈസ് എഫക്റ്റ് റെഫേഴ്സ് ടു ദ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗുഡ് റിസൾട്ടിങ് ഫ്രം ചേഞ്ച് ഇൻ ഇസ് പ്രൈസ്. പ്രൈസിലുള്ള മാറ്റത്തിനനുസരിച്ച് അദ്ദേഹം എന്ത് ചെയ്യാണ്, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ എന്ത് പറയുക, പ്രൈസ് എഫക്റ്റ്. ഹോൾഡിങ് കൺസ്യൂമർ ഇൻകം ആൻഡ് ദ പ്രൈസ് ഓഫ് അതർ ഗുഡ്സ് കോൺസ്റ്റൻറ്റ്. മറ്റെല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റായി നിർത്തിക്കൊണ്ട് പ്രൈസുള്ള മാറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് എന്താ പറയുക, പ്രൈസ് എഫക്റ്റ് എന്ന് പറയുക. ഇൻകം എഫക്റ്റ് എന്ന് പറയുക, ഇൻകം എഫക്റ്റ് റെഫേഴ്സ് ടു ദ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ ഗുഡ് റിസൾട്ടിങ് ഫ്രം ചേഞ്ച് ഇൻ കൺസ്യൂമർ റിയൽ ഇൻകം ഹോൾഡിങ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കോൺസ്റ്റൻറ്റ്. പ്രൈസ് സെയിം ആയിരിക്കുന്ന സമയത്ത് കൺസ്യൂമറിൻ്റെ റിയൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റത്തെ എന്താ പറയുക, ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് റെഫേഴ്സ് ടു ദ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ ഗുഡ് റിസൾട്ടിങ് ഫ്രം എ ചേഞ്ച് ഇൻ പ്രൈസ് റിലേറ്റീവ് ടു ദ പ്രൈസ് ഓഫ് അതർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് ഗുഡ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ പ്രൈസിലുള്ള മാറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡുള്ള മാറ്റത്തെ എന്താ പറയുക, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. കൺസ്യൂമർ റിയൽ ഇൻകം റിമെയിൻ കോൺസ്റ്റന്റ്. റിയൽ ഇൻകം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നോർമൽ, ഇൻഫീരിയർ ആൻഡ് ഗിഫൺ ഗുഡ്സ്. നോർമൽ ഗുഡ്സ് ആർ ഗുഡ്സ് ഫോർ വിച്ച് ഡിമാൻഡ് ഇൻക്രീസ് ആസ് കൺസ്യൂമർ ഇൻകം ഇൻക്രീസ്. കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടുന്നതിന് നോർമൽ ഗുഡ്സ് എന്ന് പറയാം. ഡിമാൻഡ് ഡിക്രീസ് ആസ് കൺസ്യൂമർ ഇൻകം ഡിക്രീസ്. ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഡിക്രീസ് ആസ് കൺസ്യൂമർ ഇൻകം ഇൻക്രീസ്. കൺസ്യൂമറുടെ ഇൻകം കൂടുന്തോറും എന്ത് ചെയ്യാണ്, അദ്ദേഹം ആ ഗുഡ് വാങ്ങുന്നതിൻ്റെ അളവ് കുറയും, ഡിമാൻഡ് കുറയും. നമ്മൾ ലോക്കലെ ചീപ്പ് റേറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരാളുടെ ഇൻകം കൂടുന്നതോറും എന്ത് ചെയ്യും, അത് വാങ്ങുന്നത് കുറയും. ഡിമാൻഡ് ഇൻക്രീസ് ആസ് കൺസ്യൂമർ ഇൻകം ഗിഫൺ ഗുഡ് ഉണ്ട്. ഗിഫൺ ഗുഡ്സ് ആർ റയർ ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് ഫോർ വിച്ച് ഡിമാൻഡ് ഇൻക്രീസ് വെൻ പ്രൈസ് റൈസസ് ആൻഡ് ഡിക്രീസ് വെൻ പ്രൈസ് ഫോളോ. ഒരു ഇൻഫീരിയർ ഗുഡിൻ്റെ ഒരു റയർ ടൈപ്പാണ്. ഇവിടെ ചെയ്യുന്നത് ഡിമാൻഡ് ഇൻക്രീസ് വെൻ പ്രൈസ് റൈസ്. പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ഡിമാൻഡ് കൂടും. പ്രൈസ് ഫാളോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. വയലേറ്റിംഗ് ദ ലോ ഓഫ് ഡിമാൻഡ്. ദ ഫിനോമിനൻ ടിപ്പിക്കലി ഒക്കെ ഇൻ ദ സിറ്റുവേഷൻ വെർ ദ ഇൻകം എഫക്ട് ഔട്ട്വെയ്റ്റ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. ഇനി സ്ട്രോങ് ഓർഡറിങ് ആൻഡ് വീക്ക് ഓർഡറിങ്. സ്ട്രോങ് ഓർഡറിങ് ഈസ് എ പ്രിഫറൻസ് ആർ കംപ്ലീറ്റ്ലി ഓർഡേഡ്. കംപ്ലീറ്റ് ആയിട്ട് ഓർഡേഡ് ചെയ്തതിനെ എന്താ പറയുക, സ്ട്രോങ് ഓർഡർ. മീനിങ് ദാറ്റ് any two bundle of goods can be ranked from most preferred to least preferred with no indifference.
ഒരു ഇൻഡിഫറൻസ് അല്ലാതെ എന്ത് ചെയ്യണം, ലീസ്റ്റ് പ്രിഫേർഡും മോസ്റ്റ് പ്രിഫേർഡ് എന്ത് റാങ്ക് ചെയ്യുന്ന 2 ബണ്ടിലിനെ റാങ്ക് ചെയ്യുന്നതിന് സ്ട്രോങ് ഓർഡർ. വീക്ക് ഓർഡറിങ് എന്ന പ്രിഫറൻസ് ആർ വീക്ക്ലി ഓർഡർ, വീക്ക്ലി ആയിട്ട് ഓർഡർ ചെയ്യും. മീനിങ് ദാറ്റ് ബണ്ടിൽ ഓഫ് ഗുഡ്സ് ക്യാൻ ബി റാങ്ക്ഡ് ഫ്രം മോസ്റ്റ് പ്രിഫേർഡ് ടു ലീസ്റ്റ് പ്രിഫേർഡ് ബട്ട് ഇൻഡിഫറൻസ് ബിറ്റ്വീൻ ബണ്ടിൽ ഈസ് അലോവ്ഡ്. ഇൻഡിഫറൻസ് എന്തായിരിക്കും, അലോവ് ചെയ്തുകൊണ്ടുള്ള ഇതിനെന്ത് പറയുക, വീക്ക് ഓർഡറിങ് എന്ന് പറയും. ഇനി കൺസ്യൂമർ സർപ്ലസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് എ കൺസ്യൂമർ വില്ലിംഗ് ടു പേ ഫോർ എ ഗുഡ് ആൻഡ് വാട്ട് ദേ ആക്ച്വലി പേ. ഒരു ഗുഡിന് എത്രയാണോ കൊടുക്കാൻ തയ്യാറായ വിലയും അതിൻ്റെ യഥാർത്ഥ വിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് എന്ത് പറയുന്നത്, കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ഒരാൾ ഒരു ഗുഡിന് 200 രൂപ കൊടുക്കാൻ തയ്യാറായി, പക്ഷെ അതിൻ്റെ യഥാർത്ഥ വില 150 രൂപ ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൺസ്യൂമർ സർപ്ലസ് എത്രയേ, 50 രൂപയാണ്. It represents the additional utility or satisfaction that consumer receive from purchasing a good at a price lower than their maximum willingness to pay. ഇവിടെ അദ്ദേഹം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള മാക്സിമം പ്രൈസിനെക്കാട്ടി കുറവ് പ്രൈസ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അഡീഷണൽ യൂട്ടിലിറ്റി ഉണ്ടായിരിക്കും. ഗ്രാഫിക്കലി കൺസ്യൂമർ സർപ്ലസ് ഏരിയ ബിലോ ദ ഡിമാൻഡ് കർവ് ആൻഡ് അബവ് ദ മാർക്കറ്റ് പ്രൈസ്. ബിലോ ദ ഡിമാൻഡ് കർവ് ആയിരിക്കും, അബവ് ദ മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. ഇതാണ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ ഈ ഏരിയയാണ്, ഈ ഷെയ്ഡ് ചെയ്ത ഈ ഏരിയയാണ് എന്ത്, കൺസ്യൂമർ സർപ്ലസ് ഏരിയ. ഇനി ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അതിന് പ്രകാരം ഇതെന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റാങ്ക് ചെയ്യുക, ഓർഡർ ഇതിന് ഇത്ര യൂട്ടിലിറ്റി എന്നല്ല, ഇത് ഇത്രാമത്തെ യൂട്ടിലിറ്റി, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള ഇതിൽ അതിനെന്ത് പറയുക, ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതാണ് അതിലൊരു അപ്രോച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡിഫറൻസ് കർവ്. ഇനി ഇൻഡിഫറൻസ് മാപ്പ് ഉണ്ട്. ഇൻഡിഫറൻസ് കർവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഡിഫറൻസ് മാപ്പ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവിനെ എന്ത് പറയാം, ഇൻഡിഫറൻസ് മാപ്പ് എന്ന് നമ്മൾ പറയാം. ദിസ് ഇസ് എ ഇൻഡിഫറൻസ് മാപ്പ്. IC1, IC2, IC3. IC give higher level of satisfaction. ഇനി പ്രൈസ് കൺസംഷൻ കർവ് illustrate how changing price of one good affect the quantity demanded of that good while holding constant the price of other goods and consumer income. പ്രൈസ് കൺസംഷൻ കർവ് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പോയിന്റ് ഇവിടെ വന്നിരിക്കുക. ഈ പോയിന്റിൽ എന്ന പോയിന്റ് എടുക്കുക. ഇയിൽ ഇതാണ് ബഡ്ജറ്റ് ലൈന്, ഇതാണ് IC1 ആണ് അതിൻ്റെ IC ആണ് അതിൻ്റെ ഇൻഡിഫറൻസ് കർവ്. ഈ ലെവലാണ് അദ്ദേഹം പർച്ചേസ് ചെയ്യാം. ഇതെന്ത് ചെയ്ത് IC1 മാറി. ഇവിടെ ചെയ്തത് ഗുഡ് പാർലേജി ബിസ്ക്കറ്റും ടൈഗർ ബിസ്ക്കറ്റുമാണ്. പാർലേജി ബിസ്ക്കറ്റിൻ്റെ പ്രൈസ് കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇദ്ദേഹത്തിന് B എന്ന പോയിന്റിൽ നിന്ന് സിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യും, ഹയർ ലെവൽ ഓഫ് IC എടുക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും പ്രൈസ് കുറഞ്ഞാൽ D. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് പ്രൈസ് കൺസംഷൻ കർവ് ഇല്ലുസ്ട്രേറ്റ് ഹൗ ചേഞ്ചിങ് പ്രൈസ് ഓഫ് വൺ ഗുഡ്, ഏതെങ്കിലും ഒരു ഗുഡിൻ്റെ, ഇവിടെ എടുത്തത് പാർലേജി ബിസ്ക്കറ്റിൻ്റെ, അഫക്ട് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദാറ്റ് ഗുഡ്, അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെയാണ് അഫക്ട് ചെയ്യും ബൈ ഹോൾഡിംഗ് കോൺസ്റ്റന്റ് പ്രൈസ് ഓഫ് അതർ ഗുഡ്സ് ആൻഡ് കൺസ്യൂമർ. ഇറ്റ് വാസ് ഒപ്റ്റിമൽ കൺസംഷൻ ബണ്ടിൽ ഫോർ എ കൺസ്യൂമർ അറ്റ് ഡിഫറൻറ്റ് പ്രൈസ് ലെവലിലുള്ള ഒപ്റ്റിമൽ കൺസംഷൻ ബണ്ടിൽ. ഒപ്റ്റിമൽ കൺസംഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കൺസ്യൂമർ ഇക്വിലിബ്രിയം ബണ്ടിൽ. ഇവിടെ നോക്കുക, E എന്നുള്ള ഒരു പോയിന്റ്, F എന്ന പോയിന്റ്, ഇതിലൂടെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് വരയ്ക്കണം. E എന്ന പോയിന്റും F എന്ന പോയിന്റും G എന്ന പോയിന്റ് എന്നാണ് ഡിഫറൻറ്റ് കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റാണ്, ഒപ്റ്റിമൽ കൺസംഷൻ ബണ്ടിലാണ്. ഇത് കൂടി ചേർന്ന് വരയ്ക്കുന്ന ലൈനാണ് എന്താ പറയുക, പ്രൈസ് കൺസംഷൻ കർവും. ഇനി ഇൻകം കൺസംഷൻ കർവ്, നേരത്തെ പ്രൈസ് ആണെങ്കിൽ ഇവിടെ ഇൻകം എഫക്റ്റിൻ്റെ ഭാഗമായിട്ട് കൺസ്യൂമർ എത്ര ചേഞ്ചിങ് കൺസ്യൂമർ ഇൻകം എഫക്ട് ദെയർ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അസ്യൂമിങ് ആൾ പ്രൈസ് റിമൈൻ കോൺസ്റ്റന്റ്. ഇറ്റ് ഷോസ് ഒപ്റ്റിമൽ കൺസംഷൻ ബണ്ടിൽ ചേഞ്ചിങ് ആസ് ഇൻകം ലെവൽ വേരി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒപ്റ്റിമൽ കൺസംഷൻ ബണ്ടിൽ വേരി ചെയ്യുന്നത്. ആദ്യം ഇദ്ദേഹത്തിൻ്റെ E1 എന്നായിരുന്നു കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റ്. അടുത്തത് എന്ത് ചെയ്ത്, അദ്ദേഹത്തിന് ഇൻകം കൂടി. അപ്പോൾ എന്ത് ചെയ്ത്, ബഡ്ജറ്റ് ലൈന് ഇൻക്രീസ് ചെയ്തു, പിന്നെയും കൂടി ബഡ്ജറ്റ് ലൈൻ ഇൻക്രീസ് ചെയ്തു, അതിനനുസരിച്ച് IC കൂടി. ഈ ഓരോ പോയിന്റിലും ഓരോ ഡിഫറൻറ്റ് ഇക്വിലിബ്രിയം പോയിന്റ് E1, E2, E3 അത് കൂടി ചേർന്ന് വരയ്ക്കുന്ന ലൈനിന് എന്ത് പറയാം, ഇൻകം കൺസംഷൻ കർവ് എന്ന് നമ്മൾ പറയുക. അടുത്ത് ഗിഫൺ പാരഡോക്സ് റയർ ഫിനോമിന ഇൻ എക്കണോമിക്സ് വേർ ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് ഗുഡ് കോൺട്രറി ഓഫ് ദ ലോ ഓഫ് ഡിമാൻഡിന് കോൺട്രറി ആയിട്ടുള്ള ഒന്നാണ് ഗിഫൺ പാരഡോക്സ്. പ്രൈസ് കൂടുന്തോറും എന്ത് ചെയ്യണം, അതിൻ്റെ
ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടാ. ദിസ് സിറ്റുവേഷൻ ടിപ്പിക്കലി അറൈസ് വെൻ ദ ഗുഡ് ഇൻ ക്വസ്റ്റ്യൻ ഓഫ് ഇൻഫീരിയർ ഗുഡ് ഫോർ വിച്ച് ഡിമാൻഡ് ഡിക്രീസ് ആസ് ഇൻകം ഇൻക്രീസസ് ആൻഡ് റെപ്രസെൻറ്റ് സ്പെഷ്യൽ കേസ് ഓഫ് നോട്ട് കോമൺലി ഒബ്സർവ്ഡ്. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഇനി ഏഞ്ചൽ കർവ് എന്ന് പറയുന്നത് ഷോസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് കൺസ്യൂമഡ് ആൻഡ് ദ കൺസ്യൂമർ ഇൻകം ഹോൾഡിംഗ് കോൺസ്റ്റൻറ്റ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഏഞ്ചൽ കർവ് എന്ന് പറയുന്നത് ഒരാൾ കൺസ്യൂം ചെയ്യുന്ന ഗുഡും അതുപോലെ തന്നെ കൺസ്യൂമർ ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കർവിനെ എന്ത് പറയാം, ഏഞ്ചൽ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇല്ലുസ്ട്രേറ്റ് ഹൗ ദ ഡിമാൻഡ് ഫോർ എ പർട്ടിക്കുലർ ഗുഡ് ചേഞ്ച് ആസ് എ ഇൻകം ലെവൽ വേരി ചെയ്യുന്നതിനനുസരിച്ച് പർട്ടിക്കുലർ ഗുഡിലുള്ള ഡിമാൻഡിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, നോർമൽ ഗുഡിലാണ് ഇൻകം കൂടുന്തോറും പോസിറ്റീവ്ലി സ്ലോപ്പ്ഡ് ആയിരിക്കും. എന്നാൽ ഇൻഫീരിയർ ഗുഡിലാണെങ്കിൽ ആദ്യത്തിൽ ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ ബാക്ക്വാർഡ് ബെൻഡിങ് ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി ഡിമാൻഡോട് ഇൻകം കൂടുന്തോറും എന്ത് ചെയ്യും, കുറയും. ഇവിടെ ഇതുവരെ നോർമൽ ആയിരിക്കും, പിന്നെ ഇൻഫീരിയർ ആയിരിക്കും. ഓക്കെ, ഇനി ഏഞ്ചൽ ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ എംപിരിക്കൽ ഒബ്സർവേഷൻ ദാറ്റ് ആസ് ഇൻഡിവിജ്വൽ ഇൻകം റൈസ്, ഒരാളുടെ ഇൻഡിവിജ്വലിൻ്റെ ഇൻകം കൂടുന്തോറും ദ പ്രപ്പോർഷൻ ഓഫ് ദെയർ ഇൻകം സ്പെൻഡ് ഓൺ ഫുഡ് ഡിക്രീസ്. ഇൻകം കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ ഇൻകത്തിൻ്റെ ഒരു പ്രപ്പോർഷൻ ഫുഡിന് സ്പെൻഡ് ചെയ്യുന്നത് കുറയുന്ന പറയും. ഇൻകം കൂടുന്തോറും നമ്മളെല്ലാ ഭാഗവും ഫുഡിലേക്ക് മാറ്റും, പക്ഷേ അതെന്ത് ചെയ്യും, കുറയും എന്നാണ് പറയുന്നത്. നമ്മൾ ഫുഡിന് സ്പെൻഡ് ചെയ്യുന്നത് കുറയും ഇൻകം കൂടുന്തോറും. വൈൽ ദ പ്രപ്പോർഷൻ സ്പെൻഡ് ഓൺ അതർ ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻക്രീസ്, മറ്റുള്ള കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യും. ലേഷ്യറി, ട്രാൻസ്പോർട്ടേഷൻ, ഹൗസിങ്, ഈ കാര്യങ്ങളൊക്കെ. ദിസ് ലോ സജസ്റ്റ് ദാറ്റ് സൊസൈറ്റീസ് ബിക്കം വെൽത്തിയർ, ഫുഡ് ബിക്കം സ്മോളർ പോർഷൻ ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. വലിയ ഇൻകമുള്ള ആളുകളുടെ ഫുഡിന് ചിലവ്. ഇപ്പോൾ പാവപ്പെട്ട ആളുകൾ എടുക്കാം, ഒരാൾ 2000 രൂപയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 1500 രൂപ എന്തായിരിക്കും, 2000 രൂപയാണെങ്കിൽ 1500 രൂപ എന്തായിരിക്കും അദ്ദേഹം സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75% ഫുഡിനായിരിക്കും സ്പെൻഡ് ചെയ്യുക. എന്നാൽ 1,00,000 ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യുള്ളൂ, ഒരു 20,000 30,000 ആയിരിക്കും സ്പെൻഡ് ചെയ്യുക, 30%-ആയിട്ട് കുറയും. അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഓക്കെ, ഇത്രയാണ് ഈ തേർഡ് മൊഡ്യൂളിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, താങ്ക് യു.